പക്ഷെ പണ്ട് കണ്ടല്ലോ. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ കാണുമ്പോൾ കുറെ സീനുകളൊക്കെ മലകൾട്ടായിട്ട് തോന്നി. തിയേറ്ററിൽ വേറെ റേഞ്ച് ആണ് ഈ സാധനം. ലാലേട്ടൻ ഫാൻ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. എന്റെ ജീവിതം തന്നെയായി ബൈ. കുറെ സിദ്ധിക്ക് പറഞ്ഞ സീനൊക്കെ കാണുമ്പോഴൊരു കോമഡി പീസ് പോലെ ഒരു രക്ഷയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരക പടമാണ്. കാരണം ഒരുപാട് വർഷത്തിന് ശേഷം കാണുന്ന ഒരു പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. തിയേറ്ററിൽ വേറെ റേഞ്ച് ആണ് ഈ സാധനം, ഒന്നും പറയില്ല. കാരണം ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അറിയാം ഭയങ്കര റിപ്പീറ്റഡ് വാല്യൂ ഉള്ള സാധനമാണ്. ഏറ്റവും കൂടുതൽ ഹൈലി ഡിമാൻഡ് ചെയ്ത ഒരു പടം തന്നെയാണിത്. ഓരോ സീൻ വരുമ്പോഴും തിയേറ്ററിൽ തുടക്കം തൊട്ട് അവസാനം വരെ കൈഡിയായിരുന്നു. സ്റ്റാർട്ടിങ് ടു എൻഡ് ഒരു ഡാൻസ് വരെ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിന്ന് കളിക്കും. അമ്മാതിരി കളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആർമാദിച്ച ആ പാട്ടിന്റെ സമയത്ത്. പിന്നെ ആസ് യൂഷ്വൽ മോഹൻലാല് നമുക്ക് അറിയാമല്ലോ, രാവണപ്രഭുവില് അടിപൊളിയായിരുന്നു. നമ്മൾ ഫോണിലും ടിവിയിലോ കണ്ടിട്ട് തിയേറ്ററിൽ കാണുമ്പോൾ ഡിഫറൻസ് ഉണ്ടോ? നല്ല ഡിഫറൻസ് ആണ്. ഒരു ക്രൗഡ് പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് അതൊരു മോഹൻലാൽ ഫാൻ എന്നുള്ള നിലയിൽ ഭയങ്കര സന്തോഷമാണ്. അടിച്ച് ആർമാദിച്ച് പൊളിക്കാൻ. ലാലേട്ടൻ ഫാൻ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. ഒരു പീക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സടക്ക് സടക്ക് പാട്ടിലൊക്കെ എൻജോയ് ചെയ്തു, പൊളിച്ചു. വേറെ ഒന്നും പറയാനില്ല. ഞാനൊരു ഭയങ്കര മോഹൻലാൽ ഫാനാണ്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഡേ എനിക്ക് ഏരീസിൽ ടിക്കറ്റ് കിട്ടാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഒരേ പൊളിയായിരുന്നു. പ്രത്യേകിച്ച് പടത്തിനെ പറ്റി പിന്നെ ഒന്നും പറയണ്ടല്ലോ, മാക്സിമം എൻജോയ് ചെയ്ത് കണ്ടു. രാവണപ്രഭു എന്നൊക്കെ പറയുന്നത് പീക്ക് എൻ്റർടൈൻമെൻ്റ് ആണ്. ലാലേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിച്ചുപൊളി സിനിമകളിൽ ഒന്നാണ്. അതൊക്കെ തിയേറ്ററിൽ കാണാൻ പറ്റുന്നത് മഹാഭാഗ്യമാണ്. വിചാരിച്ചിരുന്നില്ല നമുക്ക് ഇത്ര വർഷങ്ങൾക്ക് ശേഷം കാണാൻ പറ്റുമെന്ന്. പടം എൻ്റെ വളരെ കാലത്തൊരു ആഗ്രഹമായിരുന്നു ഇത് റിലീസ് ചെയ്യണമെന്ന്. പിന്നെ ലാലേട്ടൻ വിളിക്കുന്നത് അച്ഛൻ മോഹൻലാലിനെ ഫോൺ വിളിക്കുന്നതും കട്ട് ചെയ്ത് കളഞ്ഞു. അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. എൻ്റെ ജീവിതം തന്നെയായി ബൈ. കൊള്ളായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പടം തിയേറ്ററിൽ കാണുന്നത്. ഞാൻ ജനിച്ചപ്പോൾ ഇറങ്ങിയ പടമാണ്. അപ്പോൾ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടി. തിയേറ്ററിൽ വന്നിരുന്ന് കാണേണ്ട പടമാണ്. നമ്മള് ശരിക്കും നമ്മള് ഈ കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതിന്റെ ഒരു ഫീൽ ആയതുകൊണ്ട് ഇത്രയും ഒരു തിയേറ്റർ, ഒരു സ്ക്രീൻ ഇത്ര എക്സ്പീരിയൻസ് കിട്ടുന്നത് ഇത്രയും വലിയ സ്ക്രീനിൽ നമുക്ക് കുറെ നാൾക്ക് ശേഷം നമുക്ക് ഈ പറഞ്ഞ നമുക്ക് 3 പേർക്കും ആദ്യമായിട്ടാണ്. ഭയങ്കര ഹാപ്പിയാണ്. മോഹൻലാലിന്റെ പഴയൊരു സെറ്റപ്പ് കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്ന് വന്നതാണ്. മോഹൻലാലിന്റെ ക്ലോസപ്പ് ഷോട്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം അടിപൊളി. BGM ഒക്കെ കുറച്ച് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ അടിപൊളിയാണല്ലോ. പുതുമയായിട്ട് എന്തെങ്കിലും ഉണ്ടോ സിനിമയില്? പുതുമ കണ്ടപ്പോ പഴയ ഫീൽ ഉണ്ട്. ഫസ്റ്റ് ടൈം കണ്ട ഒരു അതേ പവറിൽ തന്നെയാണ്. ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ BGM പലയിടത്തും മുഴച്ചിക്കുള്ള തോന്നി. പിന്നെ അതിന്റെ ഒരു ചിലയിടത്തൊക്കെ ഫോക്കസ് ഔട്ടായിട്ട് പോയി. റീമാസ് പണ്ട് അങ്ങനെ തന്നെയാണ് നമുക്ക് ഓർമ്മയില്ല. പക്ഷെ പണ്ട് കണ്ടല്ലോ. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ കാണുമ്പോൾ കുറെ സീനുകളൊക്കെ മലകൾട്ടായിട്ട് തോന്നി. പിന്നെ ഫൈറ്റും സ്വാഗും പരിപാടിയൊക്കെ ഉണ്ട്. ഡയലോഗ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫ് ഒക്കെ സെറ്റ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കുറെ സിദ്ധിക്ക് പറഞ്ഞ സീനെ കാണുമ്പോഴൊരു കോമഡി പീസ് പോലെ ഫീൽ ചെയ്യണം. ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും. അല്ല, നമുക്ക് ബോറടി ഒന്നുമില്ല. പക്ഷെ നമുക്ക് ചോട്ട മുംബൈയിൽ കിട്ടുന്ന ഒരു വൈബ് നമ്മൾ പ്രതീക്ഷ വരുമല്ലോ, അത് ഇല്ലാത്ത പോലെ തോന്നി. സടക്ക് പാട്ടിലൊക്കെ ഉള്ള ഒരു വൈബ് ഒക്കെ എങ്ങനെ ഉണ്ട്? അതെ, പക്ഷെ നമുക്കത് മറ്റതുപോലെ കണ്ടിന്യൂസ് സ്പീഡ് ഫാസ്റ്റ് നമ്പർ അല്ലല്ലോ. ആൾക്കാരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതേ ഉള്ളൂ. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചില ഫോഴ്സ്ഡ് ആയിട്ട് കുറെ സീനുകൾ വന്നിട്ടുണ്ട്. ആ സിനിമയെ അന്ന കാലഘട്ടത്തിൽ നമ്മൾ ആസ്വദിച്ച് കണ്ടതാണ്. അപ്പോഴത്തെ സെറ്റ് ആയിരുന്നു. ഇപ്പൊ വരുമ്പോ ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കുറെ നമുക്ക് ചിലത് റിവേഴ്സ് ആയിട്ട് ഈ പറഞ്ഞ പോലെ മലകൾട്ടായിട്ടൊക്കെ ഫീൽ ചെയ്യാം.